ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സബ് വൂഫർ പരിചയപ്പെടുന്നതിന് വേണ്ടി SM ഇലക്ട്രോണിക്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സബ് വൂഫർ വളരെ സ്പെഷ്യലായിട്ടൊരു സബ് വൂഫറാണ്. നിങ്ങൾ പെട്ടെന്ന് ആരും കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നൈസായിട്ട് ആ ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ്. ഹർമൻ്റെ, അതായത് നമ്മുടെ സാംസങ്ങിൻ്റെ ഹർമൻ്റെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്. റെഫറൻസ് എന്ന് പറയുന്ന ഒരു 12 ഇഞ്ച് സബ് വൂഫറാണ്. അങ്ങനെ അധികം ആരും റിവ്യൂ ചെയ്തിട്ടില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ നാട്ടിലങ്ങനെ അധികം ആരും റിവ്യൂ ചെയ്യാത്ത ഒരു പ്രോഡക്റ്റാണ്. 12 ഇഞ്ച് സബ് വൂഫറാണ്. ഇത് കാണാൻ കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് അടുത്തോട്ടൊന്ന് കാണിക്കാം. ഞാൻ ഈ കവറൊന്ന് ഓപ്പൺ ചെയ്ത് ഈ കവറൊന്ന് ഇളക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. നമ്മുടെ ഇൻഫിനിറ്റി, അതായത് ഹർമൻ്റെ ഇൻഫിനിറ്റിയുടെ ഒരു പ്രീമിയം ലെവലിലുള്ള സബ് വൂഫറാണ്. റെഫറൻസ് എന്നാണ് ഇതിൻ്റെ പേര്. പൊതുവെ കാറുകളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇതങ്ങനെ ആരും അങ്ങനെ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിന്ന് SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം ശ്രീജിത്തേട്ടനാണ് ഈ ഒരു പ്രോഡക്റ്റ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ക്യാമറയുടെ തൊട്ട് പുറകിൽ ഇരിക്കുന്ന ശ്രീജിത്തേട്ടനാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 ohmസിന് 4 ohmസിന് നമുക്കിത് യൂസ് ചെയ്യാം. 275 വാട്ട് RMS ആണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. കൂടാതെ തന്നെ നമുക്കിത് 2 ohm ആയിട്ട് 4 ohm ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ കാണുന്നത്. ഈ ഒരു സ്വിച്ച് നമുക്ക് ഈ സ്വിച്ച് തിരിക്കുന്നതിനനുസരിച്ച് 4 ohmസും 2 ohmസും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. 2 ohmസിലോട്ട് പോകുന്ന സമയത്ത് 275 വാട്ടാണ് അവർ പറയുന്നത്. 2 ohmസിൽ പോകുമ്പോൾ അതിൻ്റെ ഇരട്ടി വാട്ട് നമുക്ക് ഇതിൽ ഓഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇതിൽ ഉള്ളത്. കൂടാതെ തന്നെ ഹർമൻ്റെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിലെ മാഗ്നറ്റിനൊക്കെ അവർ ഡ്യുവൽ മാഗ്നറ്റാണ്, അതിന് കവറിങ് ഒക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ അതിൻ്റെ സ്പെക്കലായി വളരെ കൃത്യമായിട്ട് അവരിവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാണാൻ തന്നെ ഒരു മാരക ലുക്കാണ് ഈ സാധനം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 275 വാട്ട് RMS ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. 25 ഹെഡ്സ് തൊട്ട് ഏകദേശം 175 ഹെഡ്സ് വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. മറ്റേ നമുക്ക് JBLലോട്ട് വരുമ്പോൾ ഒരു 30 ഹെഡ്സ് തൊട്ടാണ് അവർ പറയുന്നത്. ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് 25 ഹെഡ്സ് തൊട്ട് എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ കാർ ഓഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സബ് വൂഫറാണ്. പിന്നെ അത് പോയിട്ട് ഇതിൻ്റെ ഒരു എഡ്ജ്, ഈ കാണുന്ന റബ്ബർ എഡ്ജ് JBL ഇൻഫിനിറ്റി പ്രൈമസിനെയും കാട്ടിയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല അതായത് ഈ കോണ് നല്ലൊരു എക്സ്കർഷൻ ചെയ്യുന്ന രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പം 275 വാട്ടാണ് ഇതിൽ അവർ പറയുന്നു എന്നുണ്ടെങ്കിൽ RMS. പക്ഷെ നമുക്കത് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടി കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ആവും. അല്ലെങ്കിൽ അമ്മാതിരിയുള്ള ഒരു പെർഫോമൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. 92 dB ആണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർ ആമ്പുകൾക്ക് ഇപ്പോൾ ഇതിനു വേണ്ടി സ്പെഷ്യലി വരുന്ന കാർ ആമ്പുകളുണ്ട്. അതിനൊക്കെ ഇത് പക്ക വർക്കിംഗ് ആയിരിക്കും. അതുമാത്രമല്ല, നമുക്ക് വീട്ടിലും യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള ഹോം ഓഡിയോ പർപ്പസിന് വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ടുള്ള പെർഫോമൻസ് ലെവൽ. അത് JBL ഇൻഫിനിറ്റി പ്രൈമസ് അതിനെയും കാട്ടിയൊക്കെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു സബ് വൂഫറിൽ നിന്ന് കിട്ടും. പിന്നെ ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ചു വയ്ക്കാം, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു വയ്ക്കാം. നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എണീറ്റത്. വയ്ക്കുന്ന സമയത്ത് നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം. നമ്മുടെ ഇൻഫിനിറ്റി പ്രൈമസോ അല്ലെങ്കിൽ JBLൊക്കെ എടുത്ത് താഴെ വയ്ക്കുന്നതിനെക്കാട്ടി നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ബാക്ക് സൈഡിൻ്റെ ആ ഒരു ഫിനിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ തോന്നും ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് പ്ലാസ്റ്റിക് അല്ല, മെറ്റൽ തന്നെയാണ്. അതിനകത്ത് ഒരു പൗഡർ കോട്ടിങ് പെയിന്റിങ് ചെയ്തിരിക്കുന്നത് പോലും നല്ല രീതിയിലാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ബൈ USA ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും. ബാക്കിയുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് USA ആണെങ്കിലും മാനുഫാക്ചറിങ് വരുന്നത് ചൈനയിലാണ്. കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് മാഗ്നറ്റ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഡ്യുവൽ മാഗ്നറ്റ് ആണ്. അതിന് പ്രത്യേക ഒരു കവർ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ എൻ്റെ ബാക്കിൽ ഇൻഫിനിറ്റിയുടെ ഒരു സിമ്പിളും അതിൻ്റെ വാട്ട് എത്ര വാട്ടാണ് എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1100 വാട്ട് പീക്കാണ് അവർ പറയുന്നത് ഇതിനകത്ത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 275 വാട്ട് RMS ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നു എന്നുണ്ടെങ്കിലും പെർഫോമൻസ് ലെവൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് വേറെ ലെവലാണ്. ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമുക്ക് ഈ പ്രോഡക്റ്റിന് കിട്ടുന്നത്. ഈ പ്രോഡക്റ്റ് എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രോഡക്റ്റ് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇപ്പോൾ നമുക്ക് JBL വാങ്ങാൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഇൻഫിനിറ്റി പ്രൈമസും ഇൻഫിനിറ്റി പ്രൈമസി തന്നെ കിട്ടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഫറൻസ് എന്ന് പറയുന്ന അവരുടെ തന്നെ പ്രീമിയം പ്രോഡക്റ്റാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത് എങ്ങനെ പോയാലും ഇതിനൊരു 8 കിലോ അടുപ്പിച്ച് 7 കിലോ 8 കിലോ ആ റേഞ്ചൊക്കെ വെയിറ്റ് തോന്നിക്കും നമുക്ക്. ഞാനത് ത്രാസിൽ വെച്ച് നോക്കിയിട്ടില്ല, അല്ലാതെ ഞാൻ പറഞ്ഞതാണ്.
അതുപോലെ ഡ്യുവൽ കോയിലാണ് ഇതിനകത്ത് വരുന്ന ഡ്യുവൽ കോയിലാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വിച്ച് വെച്ച് നമുക്ക് ഇതിനെ ഈ സ്വിച്ച് ഇലക്ട്രോണിക്കലി സ്വിച്ച് വെച്ച് നമുക്ക് 2 ohmസും 4 ohmസും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 4 ohms എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് 275 വാട്ട് 4 ohms പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി പവർ നമുക്ക് 2 ohmസിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ ഈ രീതിയിൽ വരുന്നത്. ഈ റബ്ബർ എഡ്ജ് നിങ്ങൾ കാണുന്ന പോലെ ഈ റബ്ബർ എഡ്ജിൻ്റെ ആ ഒരു ഡിസൈൻ ആയാലും കോണിൻ്റെ ഡിസൈൻ നല്ല കട്ടിയുള്ളൊരു പോളിപ്രൊപ്പലൈൻ പോലുള്ള നല്ല കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് അതിൻ്റെ ഡസ്റ്റ് കോണാണ്, ഈ ഡസ്റ്റ് കവറാണ്, അതും ഒരു പ്ലാസ്റ്റിക്കാണ് അവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പോകുന്ന സമയത്ത് ഈ ഒരു ഉള്ളിലോട്ട് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് നോർമലി റബ്ബർ എഡ്ജ് നോർമലി ഒരു പേപ്പറിൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു കോണിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചേക്കുന്ന പോലെയല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു കർവായിട്ട് വന്നിട്ട് അതിനെ ജോയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചേക്കാണ് ചെയ്തത്. അതായത് നമ്മൾ നോർമൽ ഹൂഫറിലായാലും സ്പീക്കറായാലും ഈ ഒരു ഭാഗം ഒട്ടിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ട് അതിൻ്റെ പുറകിലോ മുന്നിലോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളമുണ്ട്, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് ആ റബ്ബർ എഡ്ജ് വളച്ച് അതിലേക്ക് തെർമൽ സ്റ്റിക്കിംഗ് എന്നാണ് അവർ പറയുന്നതിന്. തെർമൽ സ്റ്റിക്കിംഗ് എന്ന് പറയുന്ന രീതിയിലാണ് അതിനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു ഊഫർ എത്ര നല്ല രീതിയിൽ എക്സ്ട്രാക്ഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്താലും ആ ഒരു ഭാഗം കീറി വരികയോ ഇളകി വരികയോ ചെയ്യാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ പതറുക എന്നുള്ളൊരു സംഭവം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. റഫറൻസ് 1270 എന്നാണ് ഇതിൻ്റെ മോഡൽ. ഇതിൻ്റെ കവറിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ. ഇതാണ് കാര്യം. ഇതിൻ്റെ വേറെ മോഡൽ വരുന്നുണ്ട്, അത് 10 ഇഞ്ച് സബ് വൂഫറാണ്, ഇത് 12 ഇഞ്ച് സബ് വൂഫറാണ് വരുന്നത്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഞാനും ഈ സാധനം ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ വർക്കിംഗ് നോക്കിയപ്പോൾ നല്ലതാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീതടൻ, അതായത് SM ഇലക്ട്രോണിക്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. ചിലപ്പോൾ 1-2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയാലായി. എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ട കാര്യം ഈ ഡിസൈൻ നല്ല ഒരു ഡിസൈനാണ്. ഇൻഫിനിറ്റി പ്രൈമേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ഒരു പ്രീമിയം പ്രോഡക്റ്റായിട്ടാണ് ഇൻഫിനിറ്റിയുടെ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഹർമൻ്റെ തന്നെയാണ്, ഒറിജിനൽ പ്രോഡക്റ്റ് ആണ്. നമുക്ക് SM ഇലക്ട്രോണിക്സിൽ ഒറിജിനൽ പ്രോഡക്റ്റുകൾ, അതായത് ഹർമൻ്റെ, JBL, ഇൻഫിനിറ്റി പ്രൈമേഴ്സ് പോലുള്ള ഒറിജിനൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യലി ഈ ഒരു കട ഞാൻ നിങ്ങളെ ഇപ്പോൾ വീണ്ടും ഒന്നും കൂടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ ഒരു റബ്ബർ എഡ്ജ് വരുന്നത്. നമുക്ക് നോർമലി JBLയിൽ വരുന്നതിനെക്കാട്ടി അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രൈമേഴ്സിൽ വരുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലിപ്പം കൂടുതലും പിന്നെ ഒരു കർവ്ഡ് ആ ഒരു കർവ് ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കർവ് ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എക്സ്കർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ, ഈ ഒരു മെറ്റീരിയൽ നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക് ആണ്. അതായത് പോളിപ്രൊപ്പലിൻ പോലുള്ളൊരു നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ. പിന്നെ ഇതാണ് ഡസ്റ്റ് ക്യാപ്പ് വരുന്നത്. ഈ ഒരു ഡസ്റ്റ് ക്യാപ്പ് പ്ലാസ്റ്റിക്കിലുള്ളൊരു ക്യാപ്പ് പോലത്തെ ഒരു സാധനം, അതായത് പ്ലാസ്റ്റിക് തന്നെയാണത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, പ്ലാസ്റ്റിക് തന്നെയാണ്. അതിൻ്റെ ഗ്ലൂ വെച്ച് അത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ ഒരു രീതി അത്രയും പെർഫെക്ഷനായിട്ടാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത്. അവരുടെ തന്നെ ഏറ്റവും നല്ലൊരു സബ് വൂഫറായിട്ടാണ് അവരത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്, നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പോയിട്ട് കുറേ ആൾക്കാർ, അതായത് കുറേ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈനും അവരിവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു താഴത്തെ പോർഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ JBLൻ്റെ അതേ ഒരു ഇത് നമുക്ക് വരും. ആ ഒരു ഈ എയർ വെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ JBLൻ്റെ ആ ഒരു ഇത് തോന്നിക്കുന്നു. എന്നാലും ടോട്ടലി നിങ്ങൾക്ക് ഒറിജിനലായിട്ട് അടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ SML വന്നു കഴിഞ്ഞാൽ അവർ കാണിച്ചു ശ്രീതടൻ നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിച്ചിരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് തന്നെ ഇത്രയും തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ. ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെ അധികം കടകളിൽ വരാറില്ല. ശ്രീതടൻ കിട്ടിയപ്പോഴേ എടുത്ത് വച്ചതാണ് നിങ്ങൾക്ക് വേണ്ടി, അത് നിങ്ങൾക്ക് വേണ്ടി എടുത്ത് വച്ചതാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഊഫർ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. കാര്യം ശ്രീതടൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ പ്രോഡക്റ്റ് എവിടെ കിട്ടുമോ പുള്ളി അത് പൊക്കും. അങ്ങനെ പൊക്കിയ സാധനം ഒറിജിനൽ, പക്ക ഒറിജിനൽ സാധനമാണ്. ഈ സാധനം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാനായിട്ട് ഇതുവരെ ഈ ആൾക്കാർ വന്നിട്ടില്ല. വാങ്ങണമെന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരെ കോൺടാക്ട് ചെയ്യുക, ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ചിലപ്പോൾ ഈ പ്രോഡക്റ്റ് ഒരാൾ അഡ്വാൻസ് കൊടുത്ത് വച്ചിരിക്കുന്ന പ്രോഡക്റ്റാണ്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ വച്ചിരുന്നിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി റിവ്യൂ ചെയ്യുന്നതാണ്.
ഈ പ്രോഡക്റ്റ് ഇന്ന് നാളെയോ ഇതിൻ്റെ ഓണർ വന്ന് കൊണ്ടുപോകും. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഡ്വാൻസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഫുൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പുള്ളി അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്ത് തരും. പക്ഷേ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനിയും ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.